ആ അപ്പോൾ ഇന്നൊരു ട്രിപ്പ് ബ്ലോഗാട്ടോ. കോൾ വന്ന് കൊടുക്കണ്ടല്ലോ റബ്ബേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പോവാണ്. ഉമ്മാൻ്റെ വീട്ടിലെ ഫാമിലി ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ മാറ്റിയതാ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഒക്കെയാണ് ഡ്രൈവർ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരം ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും പിക്ക് ചെയ്യണം. വഴിയിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ്. ഞാനും ഷെസും ഫസ്റ്റ് തന്നെ ഉണ്ട് അല്ലേ? കാണിച്ചു തരാം. ഡ്രൈവിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉമ്മാൻ്റെ വീട്ടിൽ കാട്ടാ പോണത്. ഷെസു ഇതാ അവിടെ ഇരിക്കണേ. ഹായ് പറ. ഹായ്. നമ്മൾ ഉമ്മാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും അവിടെ എത്തിയിട്ടില്ല. അവരോടൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കോൾ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ ബസ്സിലൊക്കെ എല്ലാവരും കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ട്രിപ്പൊക്കെ കളറാക്കാന്ന് പറഞ്ഞിട്ട് കസിൻസൊക്കെ അങ്ങനെ പാട്ടാടാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. സുഹൃതം താരം സന്തോഷ പൊന്തുര ചന്തം മുന്തിര സുന്ദരി ചന്ദിര ശോഭിസുര അഹമ്മദ് പുണർന്ന് സുഗന്ധ വല്ലി നികழ்ந்த പുകഴ്ந்த കണ്ണി പരന്തം നേദിക്കുമ്പം പാറ്റി മത്ത സുഹൃ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സാക്കിയാലി ഹോജ കരുൾ കരുൾ ബുഷുറാലിബിതൻ പൊരുൾ മകൾ സുഹ്റ ആമ കുഞ്ഞനോ ആമ കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലകുമാർ തനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ തരക്കൂടത്തുള്ളരാ ചിലക്കും വെട്ടിലയിട്ടു വയ്ക്കാം വാവേ കഥ കേട്ടോ മെല്ലെ ചിരിയോടെ കൊഞ്ചി തളിയാടി വളരെ വളരെ ഉയർന്നു വാ കഥകളെ നീ ജയിച്ചു. അമ്മായി ഒരു പാട്ട് പാടുന്നു. ഹങ്കറല്ലകമായി കൊണ്ടല്ലോ പടിയോനെ അരങ്ങരമ്മായി കൊണ്ടല്ലോ ഇപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ എടുക്കാന്ന് വെച്ചാൽ ആദ്യം തുഷാരഗിരി ആട്ടാ. അത് കഴിഞ്ഞിട്ട് 1-2 സ്പോട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കരിയത്തുംപാറ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന വഴിയിൽ കാലിക്കറ്റ് ബീച്ച് കൂടെ കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള തുഷാരഗിരി എത്താറായി. ട്രിപ്പ് പോകുമ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഞാനൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. മകളിൽ കരഞ്ഞു കണ്ണീരുറക്കം. അങ്ങനെ ഇതാ നമ്മൾ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം തുഷാരഗിരി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതാകണം കേട്ടോ ടിക്കറ്റ് ചാർജ്. മുതിർന്നവർക്ക് 40, കുട്ടികൾക്ക് 20, വിദ്യാർത്ഥികൾക്ക് 20, വിദേശികൾക്ക് 100. നമ്മളിവിടെ ഇതിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും വലിയൊരു വ്ളോഗർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ കയറാണ്.
തുഷാരഗിരി. അങ്ങനെ പോണ വഴിയിലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. നിഷു കുഴങ്ങിയാ? നിഷു കുഴങ്ങിയാ? ഇവിടെ താഴേക്കുക. ഇവിടെ ഇങ്ങനെ ഒരു തൂക്കുപാലം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ എൻട്രൻസിൽ. ഇതാണ് ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഒരു 3 ആളും ഇറങ്ങിയിരുന്നു. ഷെസും ആദ്യം അല്ലോ. കുട്ടികൾ ഇവിടെ എത്തിയപ്പോൾ വെള്ളം കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ആകെ ആർമാദിക്കായിരുന്നു കേട്ടോ. അവരൊന്നും എത്ര പിടിച്ച് കയറ്റിയിട്ടും കയറുന്നൊന്നും ഉണ്ടായിരുന്നില്ലേന്ന്. പിന്നെ നമ്മളൊക്കെ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു നല്ല പഴക്കമുള്ളൊരു മരം ഉണ്ടായിരുന്നു. 130 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ഇതിന് പറയണത്. താനും മുത്തശ്ശീന മരം എന്തോന്ന് പറയും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയൊക്കെ നോക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 1-2 ആൾക്കാർക്കൊക്കെ ഏകദേശം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം. കയറിയാലേ മരത്തിൻ്റെ മുകളിൽ ഒരു മുകളിൽ കൂടെ ഒരു ഹോൾ ഉണ്ട്. അതിൽക്കൂടെ നമുക്ക് ആകാശം വരെ കാണാം കേട്ടോ. നമ്മളതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാൻ കേട്ടോ. നമ്മൾ പോകുന്നത് കരിയത്തുംപാറയ്ക്കാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അതുവരെയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കരിയത്തുംപാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കരിയത്തുംപാറയിൽ കയറിയിട്ട് അവിടെ നല്ല സ്പേസ് ഉണ്ട്. നല്ലൊരു വിശാലമായിട്ടുള്ള എന്താ പറയുക ഒരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതായിരുന്നു. അങ്ങനെ അതും കൊണ്ട് നമ്മൾ കരിയത്തുംപാറേൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണിത്. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെമ്പിൻ്റെ പിറകെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചെമ്പ് എങ്ങോട്ടാണ് പോകണേ അവിടേക്കൊക്കെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് എൻ്റെ വീഡിയോ ഉണ്ടാകുന്നത് ഈ ഒരു ചെമ്പിൻ്റെ അടുത്ത് മാത്രമായിരിക്കും. പൂച്ച അങ്ങനെ ഇവിടെ ടിക്കറ്റിന് വലിയവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ കണ്ടെത്തി ഫുഡൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതവിടെ വട്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇതാ അവിടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ടേക്കിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലെത്തിയിട്ടുണ്ട്. തന്നെ നേരെ പോണത് കാലിക്കറ്റ് ബീച്ചിലാണ്. ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബ് അടിച്ചിട്ട് പോവാണ് കേട്ടോ.
എല്ലാ പ്രാവശ്യവും എല്ലാ വീഡിയോയും ഒരു കണ്ടിട്ട് പോലും തെറ്റാതെ ഞാൻ എടുക്കുന്നതാണ്. പക്ഷെ എന്താ അറിയില്ല, കരിയത്തുംപാറയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. നല്ല പാട്ടും ഡാൻസും കുട്ടികളെ കടയിലൊക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇരിക്കണവും കിടക്കണവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബസ്സിലെ പാട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെക്കാന്ന് വെച്ചാൽ കാലിക്കറ്റ് ബീച്ചിക്കാണ്. നമ്മൾ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്നാട്ടോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും പോണതും കേട്ടോ. പ്ലാനിങ് കുറേ നടക്കുന്നതെന്നല്ലാതെ പോക്ക് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാലിക്കറ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിലേക്ക് നമ്മളെത്തിയപ്പോഴത്തേക്ക് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും പാടെ അതാ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. സമയം ഇരുട്ടായതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഒന്നും വലിയ ക്ലാരിറ്റി കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ പട്ടൊക്കെ ഫുള്ള് പട്ടാട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വയ്യരികിലൊക്കെ ഇങ്ങനെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ 2 ഒട്ടകം നിൽക്കുന്നുണ്ട്, ഒരു വലുതും പിന്നെ അതിൻ്റെ കുറച്ചൊരു ചെറുതും. ആദ്യം നമ്മൾ വിചാരിച്ചത് ഡമ്മി പോലെയാണ് കേട്ടോ, അങ്ങനെ ആട്ടം എനിക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ ഡമ്മിയാണെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഡമ്മി ഒന്നും അല്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ കയറുന്നുണ്ട് കണ്ട് ഇവിടെ ആദ്യമൊക്കെ തിരക്ക് കൂടുന്നുണ്ട്, എനിക്കും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓന് വെറുതെ പറയുകയാണെന്ന് വിചാരിച്ച് എനിക്ക് കയറാമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വിധം അവനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ എത്രയാണ് ചാർജ് എന്ന് വെച്ചപ്പോൾ ഒരു 100 രൂപയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഇവരെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാം, എനിക്ക് ഈ ഒരു വലിയ ഒട്ടകത്തുമ്പോൾ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആദ്യം വാശി പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അവനെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ നമ്മുടെ ചാനലിൽ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണട്ടോ. അങ്ങനെ പിന്നെ അതാ നേരത്തെ കയറിയിട്ടുള്ള ആ ഒരു കുട്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഹാദിക്ക് കയറാൻ. അപ്പോൾ ഓന് അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ 1-2 ആളും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരത് കൂടി കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളിതാ എല്ലാവരും പാടെ അവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഹാദി നമ്മുടെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഷെസുവിൻ്റെ കരച്ചിൽ കാണാൻ ഞാനൊന്ന് പറഞ്ഞിട്ടോ, എനിക്ക് ഒട്ടകത്തുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ട് ഒരു നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. അങ്ങനെ പിന്നെ ഓൻ്റെ ആ ഒരു ആഗ്രഹം നമുക്ക് സാധിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓന് ചെറുതായതുകൊണ്ട് തന്നെ ഓൻ ഒറ്റയ്ക്ക് കയറ്റിൽ പ്രായോഗികമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയത്തിയും ഓൻ്റെ കൂടെ കയറുന്നുണ്ട് കേട്ടോ. ഷെസുവിന് ഈ ഒരു ആനിമൽസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കണ്ടാൽ കുറച്ച് സമയം അതിനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, അതിന് തൊടണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമലിനെ കണ്ട ഉടനെ തുടങ്ങിയാണ് ഞാനൊന്ന് തൊടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കരച്ചിലൊക്കെ. അങ്ങനെ നമ്മൾ ഓൻ്റെ ആ ഒരു ആഗ്രഹം കൂടി സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പോണില്ലേ ഷെസു അതാ അതിൻ്റെ പുറത്ത് നല്ല കൂളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരലമ്പും കാര്യമൊന്നുമില്ല. ഷെസു ഇഷ്ടായ എങ്ങനെ ഇറങ്ങിയല്ലേ? അങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുളപ്പുറം ഫറൂജിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തബ്ഷിറ സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ ബൈ. ഷെസു പറഞ്ഞ പോലെ അല്ലേ.